അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹുദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഫിഖ്ഹ് മുബാഹസയാണ്. നമുക്ക് നേരത്തെ അയച്ചു തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ പ്രോഗ്രാമിൽ അവതരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രോഗ്രാം സംവദിക്കാൻ നമ്മോടൊപ്പം മുഹമ്മദ് റാസിൽ, മുഹമ്മദ് ദാനിഷ്, മുഹമ്മദ് അമൻ റഫീഖ്, അബ്ദുള്ള ഫാറൂഖ് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചൊല്ലുന്ന അഭിവാദ്യമാണ് സലാം എന്നത്. അതിനെക്കുറിച്ച് അല്പം അഭിവാദ്യം വിശദീകരിക്കാമോ? മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള അഭിവാദ്യമാണ് സലാം പറയൽ. പരസ്പരം സ്നേഹം നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് നബി തങ്ങൾ സലാം പറയുന്നതിനെ പരിചയപ്പെടുത്തുന്നത്. നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വസിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമല്ല, അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ വിശ്വാസികളാകുന്നതുമല്ല. പരസ്പരം സ്നേഹം നിലനിർത്താൻ നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കുക. സലാമിലൂടെ സ്നേഹം നിലനിർത്താൻ സാധിക്കുമെന്ന് പ്രവാചകവചനമാണ്. സലാം പറയൽ സുന്നത്തും അത് മടക്കൽ നിർബന്ധവുമാണ്. പക്ഷേ നിർബന്ധമായ സലാം മടക്കുന്നതിനേക്കാൾ സുന്നത്തായ സലാം പറയുന്നതിനാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഒരു വ്യക്തി ഭാര്യക്കും വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീകൾക്കും സലാം ചെല്ലുന്നത് ഒരു പുരുഷന്മാർക്ക് സുന്നത്താണ്. അല്ലാത്തവർക്ക് സലാം പറയുന്നവരും അവരുടെ സലാം മടക്കലും അനുവദനീയമാക്കുന്നതും ഹറാമാക്കുന്നതുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിലേക്ക് വിശദമായി പറയുന്നില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ന് വാട്സപ്പിലൂടെയും അല്ലാതെയും സ്ത്രീകൾ അന്യപുരുഷന്മാർക്കും പ്രത്യേകിച്ച് സ്വന്തം മക്കളുടെ അധ്യാപകർക്കും സലാം ചൊല്ലുന്നു പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. ഇതിനെ എങ്ങനെയാണ് അൽഹുദ മീഡിയ കാണുന്നത്? ഇവിടെ അൽഹുദ മീഡിയയ്ക്കായി ഒരു നിയമവുമില്ല. ഇസ്ലാമിൻ്റെ നിയമം കൃത്യമായി പറയാം. ഉസ്താദ്മാരോടോ ആണെങ്കിലും മറ്റ് ടീച്ചർമാരോടാണെങ്കിലും സലാം പറയലും വീട്ടലും അത് നേരിട്ടാണെങ്കിലും വാട്സാപ്പിലൂടെ ആണെങ്കിലും ഇസ്ലാമിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അത് പാലിക്കേണ്ടത് നമ്മൾ മുസ്ലിങ്ങളുടെ കടമയുമാണ്. ഞാൻ ഒരു ചെറിയ വിശദീകരണം പറയാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സ്ത്രീകൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു അന്യപുരുഷൻ വന്ന് സലാം പറഞ്ഞാൽ അതിൽ ഒരു സ്ത്രീ സലാം വീട്ടൽ നിർബന്ധമാണ്. കാരണം ഇവിടെ ഒത്തിരി സ്ത്രീകളുണ്ടല്ലോ, നിരം ഫിത്തന ഭയപ്പെടുത്താനില്ലല്ലോ. അതുപോലെ തന്നെ കുറേ പുരുഷന്മാർ വരുമ്പോൾ ഒരു സ്ത്രീ സലാം പറഞ്ഞാൽ സലാം വീട്ടൽ ജായിസാണ്. എന്നാൽ ഒരു സ്ത്രീയും ഒരു അന്യപുരുഷനും മാത്രമേ ഉള്ളെങ്കിൽ ഇവൾ സലാം പറയലും വീട്ടലും ഹറാമാണ്. കാരണം ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രമേ ഉള്ളതല്ലോ. ഇങ്ങനെ വരാം സ്ത്രീക്ക് സലാം പറയലും മടക്കലും ഹറാമാണ്. അത് വാട്സാപ്പിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ കറാഹത്താണ്. മാഷാ അല്ലാഹ്. മബ്റൂക്ക് മബ്റൂക്ക്. താങ്ക് യു സോ മച്ച് ഫോർ ദി ആൻസർ. മൂന്നാമത്തെ ചോദ്യം, മറ്റു മതസ്ഥരുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സദ്യയും കേക്കും തിന്നുന്നതിൻ്റെ മതവിധി എന്താണ്? ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. സദ്യ കഴിക്കലും കേക്ക് തിന്നലും ഇസ്ലാം എതിർക്കുന്നില്ല. എന്നാൽ മറ്റു മതസ്ഥരുടെ ആചാര ഭാഗമായി ഉണ്ടാക്കിയ സദ്യ അത് നമ്മൾ മുസ്ലിമുകൾക്ക് പാടില്ല, ഹറാമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ മതവിധി. ഇങ്ങനെയും പറഞ്ഞ് രാമൻ്റെയും ജോസഫിൻ്റെയും ഒക്കെ വീട്ടിലുള്ള കല്യാണത്തിന് ഉണ്ടാക്കിയ സദ്യ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിശക്കുമ്പോൾ നിസാർക്കല് പോയിട്ട് അവിടുന്ന് സദ്യ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റു മതസ്ഥരുടെ ആചാര ഭാഗമായി ഉണ്ടാക്കിയ സദ്യ ഇത് മുസ്ലിമുകൾക്ക് കഴിക്കലാണ് ഹറാമാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറൻ. നാലാമത്തെ ചോദ്യം, ഓണം എന്ന് പറയുന്നത് കേരളോത്സവമാണ്. അത് ഹിന്ദു മതത്തിന്റെ ആചാരമല്ല. പിന്നെ എങ്ങനെയാണ് ഓണസദ്യ ഹറാമാകുന്നത്? ഈ കഥ കേൾക്കുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. പണ്ടൊരാള് പഞ്ചസാര പാത്രത്തിന് മുകളിൽ ചായപ്പൊടി എന്ന് എഴുതി വെച്ചിരുന്നു. അങ്ങനെ ആളെ എഴുതി വെച്ചത് ഉറുമ്പ് വരാതിരിക്കാനാണ്. പക്ഷേ അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ പാത്രത്തിൽ മുഴുവൻ ഉറുമ്പുണ്ടായിരുന്നു എന്നാണ് കഥ. ചോദ്യകർത്താവിന് ഉത്തരം പിടികിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
യഥാർത്ഥ വിഷയം മറച്ചു വെച്ചുകൊണ്ട് കേരളോത്സവം എന്നോ വെള്ളിയാഴ്ച ഉത്സവം എന്നോ പേര് വെച്ചതുകൊണ്ട് കാര്യമായില്ല. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മാവേലി കഥകളും പുരാണങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. ഓണത്തിന്റെ യഥാർത്ഥ ഉറവിടം ഹിന്ദു മതമാണെന്നും അത് ആ മതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണെന്നും ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഈ മറുപടി മതസൗഹാർദ്ദം തകർക്കലല്ലേ? എല്ലാ മതക്കാരും ഒന്നിച്ചു ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ മതവിധിയുടെ ആവശ്യമുണ്ടോ? ഇതൊരിക്കലും മതസൗഹാർദ്ദം തകർക്കലല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കലാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ അയൽവാസിയായ അമുസ്ലിമിന്റെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ജോസഫിന്റെയോ റാമന്റെയോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ അവരുടെ കല്യാണ സദ്യയിൽ പങ്കെടുക്കുന്നതിനോ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്നതിനോ ഇസ്ലാം എതിർക്കുന്നില്ല. അങ്ങനെ സഹായിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാരെ കാണാം. അവർ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഭക്ഷണം കഴിക്കുന്നവരാണ്. പക്ഷേ അവർ സ്വാമിമാരായി മാല ധരിച്ചാലോ പിന്നെ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ ആരും പറയാറില്ല ഇത് മതസൗഹാർദ്ദത്തിനെതിരാണെന്ന്. മറിച്ച് ഇത് അവരുടെ മതത്തിന്റെ നിയമമാണ്. അപ്പോൾ അതവർ അംഗീകരിക്കുകയും അത് മറ്റു മതസ്ഥർ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാവുക. പോലെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും. ഓണസദ്യ കഴിക്കലും ക്രിസ്മസ് കേക്ക് തിന്നതും രണ്ടും മറ്റു മതസ്ഥരുടെ പരിപാടി ആയതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഹറാമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അത് മറ്റു മതസ്ഥർ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാവുക. അല്ലാത്ത പക്ഷം മതസൗഹാർദ്ദം തകരുകയാണ് എന്ന യാഥാർത്ഥ്യം ചോദ്യകർത്താവ് മനസ്സിലാക്കുമല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ ദി ആൻസർ. ജസാക്കല്ലാഹു ഖൈറ. നന്ദി. ഈ വർഷത്തെ അൽഹുദ മീഡിയയുടെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു.